എക്സ്ചേഞ്ച് പ്രവാസി ലോകത്തിലേക്ക് സ്വാഗതം. ചെയ്യുന്ന ജോലിക്ക് കുറച്ചധികം വേതനം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മുടെ മനുഷ്യർ ഗൾഫിലേക്ക് പോകുന്നത്. പോയതിനു ശേഷം കുറഞ്ഞ ശമ്പളവും പീഡനവുമാണ് കിട്ടുന്നതെങ്കിൽ ഇവരുടെ കാര്യം ആകെ തകരാറിലാകും. നമ്മുടെ സുഹൃത്തുക്കൾക്ക് നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കാനുള്ള വഴി തെളിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എക്സ്ചേഞ്ച് പ്രവാസി ലോകം ഇവിടെ ആരംഭിക്കും. 1.5 വർഷത്തോളമായി ചതിയിൽപ്പെട്ട് രാവും പകലും വിശ്രമമില്ലാതെ അടിമപ്പണി ചെയ്യേണ്ടി വന്ന ഇടുക്കി വാഗമൺ സ്വദേശി സുശീലയെ പ്രവാസലോകം പ്രവർത്തകർ മുൻകൈയെടുത്ത് സൗദി അധികാരികളുടെ സഹായത്തോടെ മോചിപ്പിച്ച് സുരക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചു. തബൂക്കിൽ ഈയിടെ ഹൃദയാഘാതം മൂലം മരിച്ച കൊല്ലം സ്വദേശി അബ്ദുൾ കരീമിന് തബൂക്കിലെ മലയാളി കൂട്ടായ്മയുടെ സ്നേഹവീട് ഉയരുന്നു. 27 വർഷം തബൂക്കിലെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്തെങ്കിലും സ്വന്തമായി വീട് എന്ന സ്വപ്നം പൂവണിയാതെയാണ് അബ്ദുൾ കരീം മരിച്ചത്. ഭാര്യയും 2 കുട്ടികളും മാതാവും അടങ്ങിയതാണ് അബ്ദുൾ കരീമിന്റെ കുടുംബം. ഇവർ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞു. ഫൈസൽ നിലമേൽ, ഷറഫുദ്ദീൻ തിരുവനന്തപുരം എന്നിവർ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുത്തു. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ സൗദിയിലെ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ പത്തനംതിട്ട അടൂർ സ്വദേശി ലീലാമണിയെ തേടിയാണ് മകൾ രേഷ്മയും സഹോദരിയും പ്രവാസ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആഹാരം പോലും ഇല്ലാതെ അറബി വീട്ടിൽ കഷ്ടപ്പെടുകയാണ് ലീലാമണി. മുംബൈ എയർപോർട്ട് വഴിയാണ് ലീലാമണിയെ ഏജന്റുമാർ സൗദിയിലേക്ക് എത്തിച്ചത്. ലീലാമണിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എത്ര രൂപ കൊടുത്തു? അവര് പറഞ്ഞത് ഹൗസ് മെയ്ഡ് ജോലിക്ക് പോകുന്നവർക്ക് വിസയ്ക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. പൈസ ഒന്നും കൊടുത്തില്ല? ഇല്ല, കൊടുത്തില്ല. അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും? വാങ്ങിച്ചിട്ടുണ്ടെന്നാ ഇപ്പൊ പറയുന്നത്. ഞങ്ങള് കേസൊക്കെ കൊടുത്തപ്പം ഇപ്പൊ അറബി പറയുന്ന 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 2 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് അറബി പറയുന്നത്. അത് അവര് കൊടുക്കാന്ന് പോലീസുകാര് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. സൗദിയിൽ എവിടെയാണെന്ന് അവര് പറഞ്ഞു? റിയാദിലാണ്. റിയാദിൽ നമ്മള് ധാരാളം പ്രവർത്തകരുള്ളതാണ്. ലീലാമണി വിളിക്കുന്നുണ്ടോ? അമ്മ ഇന്നലെയാ വിളിച്ചത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാ വിളിച്ചത്. എന്താ പറയുന്നത്? അമ്മ പറയുന്ന അമ്മയ്ക്ക് അവിടെ നിക്കാൻ പറ്റത്തില്ല, ആഹാരമില്ല. അവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്ത്. അവരന്നേരം അമ്മയുടെ കൈ തല്ലി ഒടിക്കുകയൊക്കെ ചെയ്ത്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒപ്പിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. എന്തും എഴുതിയേക്കുന്നതെന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ഒരു ഇതിലും ഇത്തരത്തില് ഈ കൊണ്ടുപോയ ആളുകളൊന്നും ചെയ്തില്ല. അവരാദ്യം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് 5-ാം തീയതി, സെപ്റ്റംബർ 5-ാം തീയതി നാട്ടിൽ കൊണ്ടുവരാന്ന്. അങ്ങനെ അവരെ അറസ്റ്റൊക്കെ ചെയ്തപ്പോൾ അവരുടെ മോന്റെ കല്യാണം. അങ്ങനെ അവരുടെ മോന്റെ എയർ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അയാള് എയർ ക്യാമ്പ് പത്തനംതിട്ട എഴുതി ഒപ്പിട്ട് തന്നു. അഖിൽ എന്നായാളുടെ പേര്. അഖിൽ. അയാൾ 5-ാം തീയതി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് കൊടുത്തിട്ട് എന്തായി? അവർ അമ്മയാ പറഞ്ഞ ലീലാമ്മയെന്ന് പറയുന്നൊരു സ്ത്രീയാ കൊണ്ടുപോയത്. അവരുടെ മോൻ എഴുതി ഒപ്പിട്ട് തന്ന. എന്താ പറയുന്ന മോൻ? 30 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാന്നാ പറഞ്ഞത്. എത്ര ദിവസമായി? ഇപ്പൊ 12 ദിവസം ആയതേ ഉള്ളൂ. പൈസ ഒന്നും തന്നില്ല? അയച്ചൊന്നുമില്ല? ഇല്ല. 2 മാസത്തെ ശമ്പളം ഞങ്ങൾ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ അയച്ചു തന്നായിരുന്നു. പിന്നെ ഇപ്പൊ ശമ്പളം ഒന്നുമില്ല. എത്ര മക്കളാ? 2 പേര്. സനു തന്റെ അനിയത്തി. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഷാർജയില്. അച്ഛനെ അറിയില്ലേ ഇതിങ്ങനത്തെ? അറിയാം. അമ്മ നേരത്തെ അബുദാബി ജോലിക്ക് പോയിട്ടുണ്ട്. ഇവര് ഞങ്ങളുടെ വീടിനടുത്തുള്ളവരാ. കൊണ്ടുപോയാ? അങ്ങനെയുള്ളൊരു പരിചയത്തിൽ പോയത്. അമ്മ വലിയ കഷ്ടപ്പാടിലാണ് അല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എത്തിക്കണം. എന്ന് വെച്ചാൽ കൂടുതലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്, ഒന്നും അറിയത്തില്ല. അറബി കുറേശ്ശൊക്കെ അറിയാലോ അല്ലേ? അവിടെ അബുദാബിയില് മലയാളികളുടെ കൂടെ ആയിരുന്നു? മലയാളികളുടെ കൂടെ ആയിരുന്നു അല്ലേ? ഈ പരിപാടിയിലൂടെ ദീർഘകാലമായിട്ട് വീട്ടുജോലിക്ക് പോകുന്ന, വിദേശത്ത് പോകുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഞങ്ങൾ കൂടുതലും സംപ്രേഷണം ചെയ്ത മിക്ക പ്രോഗ്രാംസും. എന്നെ അത്ഭുതപ്പെടുത്തിയത് കേരളത്തിലെ നിരവധി സ്ത്രീ സംഘടനകളുണ്ട്.
മിണ്ടിയാൽ തെരുവിലിറങ്ങുന്ന നൂറുകണക്കിന് സംഘടനകളുള്ള കേരളത്തിൽ സ്ത്രീകളുടെ ഇത് മാത്രമായിട്ട് ഇത്രയും വലിയ സ്ത്രീവിരുദ്ധമായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നതിനെതിരെ ഒരു ചെറു വിരൽ പോലും ഈ മഹിളാ സംഘടനകൾ നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളെയെല്ലാം ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ ഇത്രയധികം മഹിളാ സംഘടനകൾ, അതുപോലെ പൊതുപ്രവർത്തകർ, ഞങ്ങൾ എത്രയോ സ്ത്രീകളുടെ കഥകളാണ് ഇതിലൂടെ പ്രക്ഷേപണം ചെയ്തത്. ഒരെണ്ണത്തെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള നിയമസഭകളിലോ ഒരു സ്ത്രീ പ്രവർത്തകരും മഹിളാ പ്രവർത്തകരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇത് എന്താണ് ഇവർ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? ഗൾഫ് മേഖലകളിൽ വീട്ടുജോലിക്ക് പോകുന്ന, എല്ലാ സ്ഥലത്തും വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അടിയന്തര മനുഷ്യാവകാശ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീടുകളിൽ ജോലിക്ക് പോകുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരെ സുരക്ഷിതത്വം, അവരെ സംബന്ധിച്ചിടത്തോളം നിയമ വ്യവസ്ഥ ഇല്ലായ്ക, ഇതൊക്കെ തന്നെ. വിദേശത്ത് പോകുന്ന സ്ത്രീകളെ മർദ്ദിക്കുക, അതുപോലെ തന്നെ പീഡിപ്പിക്കുക, അത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഈ സഹോദരിയുടെ വർത്തമാനം നമ്മൾ കേട്ടു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെ നിരവധി മഹിളാ പ്രവർത്തകർ, അവർ ഉന്നത പദവികളിലൊക്കെ പോലും എത്തിയിട്ടുള്ള ആളുകളാണ്. അവരാരും തന്നെ ഒരു ശബ്ദം പോലും ഉയർത്തുന്നില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ നിരവധി തവണ പല എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രവർത്തകരോടും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. എന്തായാലും അവർ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം കേരളത്തിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. സ്ത്രീകളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും അതുപോലെ തന്നെ നോർക്കയും എല്ലാം തന്നെ ഈ പ്രശ്നങ്ങളിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സ്ത്രീ സഹോദരിമാർ അവർ അവിടെ ചെന്നാൽ യാതൊരു തരത്തിലുള്ള സുരക്ഷയില്ല. എവിടെ ആരെയാണ് വിളിക്കേണ്ടതെന്ന് പോലും അവർക്കറിയില്ല. എംബസി നിഷ്ക്രിയമാണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ആ ഒരു ചുറ്റുപാടുകളിൽ ഭീകരമായ മനുഷ്യാവകാശ പ്രതിസന്ധി നേരിടുന്ന ഈ സഹോദരിമാരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും കൂടി ശബ്ദമുയർത്തിയാലേ ഇതിൻ്റെ ഒരു പരിഹാരമുണ്ടാവും. ഞങ്ങളുടെ ദീർഘമായ 2 പതിറ്റാണ്ടോളം എടുക്കുന്ന ഒരു സമരമുഖത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കൈരളി 2 പതിറ്റാണ്ടോളം അടുക്കുന്ന ഒരു സമരമുഖം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കുറേയൊക്കെ ഫലപ്രദമായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോഴും ഫലപ്രദമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഇഷ്യൂ ഇത്തരത്തിലുള്ള ഒരു വിമർശനത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന പ്രത്യാശയോടുകൂടി ഈ കുടുംബത്തെ ഞാൻ തിരിച്ചയക്കുകയാണ്. 3 വർഷം മുമ്പ് സൗദിയിലെ റിയാദിലേക്ക് ട്രക്ക് ഡ്രൈവറായി ജോലിക്ക് പോയ കൊല്ലം കടയ്ക്കൽ സ്വദേശി ഷൈൻ ശശിധരൻ കഴിഞ്ഞ 9 മാസമായി റിയാദ് ജയിലിലാണ്. നാട്ടിലേക്ക് വരാൻ ലീവ് ചോദിച്ചതിന് സൗദിയുമായി ഉണ്ടായ പിണക്കമാണ് ഒടുവിൽ ഷൈനിനെ ജയിലിലേക്ക് എത്തിച്ചത്. ഗൾഫിൽ എത്ര കാലമായി? 5 വർഷം കഴിഞ്ഞ്. ആദ്യം പോയി 2 വർഷം കഴിഞ്ഞപ്പോ തിരിച്ചു വന്ന്, ഇപ്പം പോയിട്ട് 3 വർഷം കഴിഞ്ഞ്. ഹെവി ഡ്യൂട്ടി ഡ്രൈവറാ? ട്രക്ക് ഡ്രൈവറാണ്. അവിടുത്തെ ലൈസൻസ് ഉണ്ട്? ലൈസൻസ് സാമാന്യം ഭേദപ്പെട്ട ഒരു ശമ്പളം കിട്ടുന്ന ഒരാളായി അല്ലേ? ശമ്പളം കൃത്യമായിട്ട് കിട്ടത്തില്ല. 2-2.5 മാസം കൂടുമ്പോഴാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷെ ശമ്പളം ഉണ്ട്. എന്താ സംഭവിച്ചു യഥാർത്ഥത്തിൽ? 2 വർഷം ആയപ്പോഴേ ലീവ് ചോദിച്ച് നാട്ടിൽ പോവാൻ. അപ്പോഴും കൊടുത്തില്ല. 6 മാസം കൂടെ കഴിയട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ലീവ് കൊടുത്തില്ല. അപ്പം 3 വർഷമായ ഡിസംബർ 15 മുമ്പ് പറഞ്ഞ് എനിക്ക് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഓടിച്ചോണ്ടിരുന്ന വണ്ടി തിരിച്ചുകൊണ്ട് ഇട്ട് കൊടുത്ത്, സൗദി അടുത്ത് പറഞ്ഞ് തിരിച്ചുകൊണ്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഡിസംബർ 15 ആയപ്പം പറഞ്ഞ് വേറൊരു വണ്ടി കൊടുത്തിട്ട് പറഞ്ഞ് നീ ഒന്ന് വർക്ക്ഷോപ്പ് വരെ പോയിട്ട് വാ, അപ്പോൾ നിനക്ക് പോകാനുള്ള പേപ്പറെല്ലാം ശരിയാക്കി വെക്കാമെന്ന് പറഞ്ഞ്.
അപ്പോൾ ആദ്യം പറഞ്ഞ് പോകത്തില്ല എന്ന് പറഞ്ഞപ്പം മാനേജർ പറഞ്ഞ് ഒന്ന് അവരുടെ ദേഷ്യം വാങ്ങിക്കേണ്ട, പോകാൻ പറഞ്ഞു. അങ്ങനെ പോയതാ. പോയിട്ട് വർക്ക്ഷോപ്പിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ബ്രേക്കിൻ്റെ ഹാൻഡ് പെഡൽ പൊട്ടി ട്രാക്ക് മാറിപ്പോയതാണ് വണ്ടി. പുള്ളി ജയിലിലായി. 3 വണ്ടികൾ ചെന്ന് ഇടിച്ച് അതിനുശേഷം ജയിലിലാവുന്നതാണ്. എന്താ പറയുന്നത്? ജയിലിലെ വിധി എന്താ? പൈസ അടയ്ക്കണമെന്നാണ് പറയുന്നത്. 1,73,000 സൗദി റിയാൽ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അറബികൾ എന്താ പറയണത്? അറബി വണ്ടി അന്ന് പിറ്റേന്ന് തന്നെ വന്ന് ഇറക്കിക്കൊണ്ടുപോയി, ഇടിച്ച വണ്ടി. ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അന്ന് ഓടിച്ച വണ്ടിക്ക്. ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്? ഇൻഷുറൻസുകാർക്കാണ് പൈസ കൊടുക്കേണ്ടത്. ചെന്നിടിച്ച 3 വണ്ടികളുടെ ഇൻഷുറൻസിനാണ് പൈസ കൊടുക്കേണ്ടത്. 1,73,000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 30 ലക്ഷം രൂപ വേണം. അതൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. എത്ര കാലത്തിനാണ് ശിക്ഷിച്ചുള്ളത്? ശിക്ഷയൊന്നും പറഞ്ഞിട്ടില്ല. കേസ് ഇതുവരെ വിളിച്ചിട്ടില്ല. ആദ്യം അറബി പറഞ്ഞ് 35,000 റിയാൽ കൊടുക്കാന്ന് പറഞ്ഞു ആദ്യം. ബാക്കി എന്നാലും കൊടുക്കാൻ നമ്മളെ ഇല്ല ബാക്കി. അപ്പൊ നമ്മളെ അറബി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ബാക്കി നമ്മളെ ഇല്ലാത്തോണ്ട് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയുന്നതുമില്ല. നമുക്ക് അവിടുത്തെ സംഘടനകളുമായിട്ടൊന്ന് ഇപ്പൊ ഇതിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. ഈ പ്രോഗ്രാമിൽ വിളിക്കാറുണ്ടോ? ആഴ്ചയിൽ ഒരിക്കലൊക്കെ വിളിക്കും. മക്കൾ എത്ര ആളാ? മക്കളില്ല. കല്യാണം കഴിഞ്ഞ് 1.5 മാസം ആയപ്പം പോയതാ. പിന്നെ ഒരു പ്രാവശ്യം വന്നു അല്ലേ? വന്നില്ല. ശരി. അതിലെ പ്രവാസലോകം പ്രവർത്തകരാണ്. ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. ജോലി ഉപേക്ഷിച്ച ഒരാൾ തന്നെ നാട്ടിൽ പോകാൻ അനുവദിക്കാത്ത മുതലാളിയോട് പ്രതിഷേധിച്ച് താൻ ജോലി ചെയ്യുന്നില്ല, തനിക്ക് നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ ആളോട് ഒരു വണ്ടി എടുത്തു കൊടുത്ത് ഗരാജിൽ പോയി റിപ്പയർ ചെയ്ത് വരാൻ പറയുകയും അതനുസരിക്കുകയും ചെയ്തപ്പോഴുണ്ടായ ഒരു ദുരന്തമാണ് ഷൈന് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഷൈനെ പോലെ നിസ്സഹായരായ മനുഷ്യർ ഇത്തരത്തിലുള്ള ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പൊതുവെ സഹായങ്ങൾ കിട്ടൽ ബുദ്ധിമുട്ടാണ്. 1,73,000 ദിർഹം എന്ന് പറയുന്നത് ഷൈന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു സംഖ്യയാണ്. നോർക്ക് ഇടപെട്ടു. എന്നിട്ടത് 35,000 അറബി കൊടുക്കാമെന്ന് പറഞ്ഞു. ബാക്കി കൊടുക്കാൻ വേണ്ടേ? എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ പ്രവർത്തകരുണ്ട്, പ്രവാസലോകത്തിൻ്റെ പ്രവർത്തകരുണ്ട്, മറ്റ് സാമൂഹ്യ സംഘടനകളിലുള്ള പ്രവർത്തകരുണ്ട്, കൊല്ലം ജില്ലക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ റിയാദിലുണ്ട്. എനിക്കറിയാം, ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങളെല്ലാവരും കൂടി വിചാരിച്ചാൽ ഷൈനെ പുറത്തിറക്കാൻ കഴിയും. ഒരുപാട് ഉയർന്ന പദവികളിലുള്ള മലയാളികളുണ്ട് അവിടെ. അവരെല്ലാവരും കൂടി വിചാരിച്ചാൽ ഷൈൻ എന്ന ചെറുപ്പക്കാരൻ വീട്ടിലെത്തും. 1.5 മാസമാണ് അയാൾ ദാമ്പത്യം അനുവദിച്ചിട്ടുള്ളത്. 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ജോലി തേടി വീണ്ടും ഗൾഫിലേക്ക് ഷൈൻ പോകുന്നത്. ഈ സഹോദരി ഭർത്താവിനെയും കാത്തിരിക്കുകയാണ്. ശരണ്യക്ക് കാര്യമായ ജോലിയൊന്നുമില്ല, ഡെയിലി വൈസിന് പോകുന്ന ഒരാളാണ്. അത്ര സാമ്പത്തികമായി ഉയർന്ന കുടുംബമൊന്നുമല്ല എന്നാണ് അവരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ പ്രവാസലോകം പ്രവർത്തകർ മുൻകൈ എടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഷൈനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങളുടെ സ്വാധീനം കൊണ്ടൊന്നും കൊടുക്കാതെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പൈസ കൊടുത്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഏത് നിലയിലായാലും ഷൈൻ്റെ മോചനം നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന് ഞാൻ പ്രവാസ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും
നിസ്സഹായരായ ഇത്തരം മനുഷ്യരുടെ കഥകൾ തന്നെയാണ് നമ്മൾ ഏത് കാലത്തും ഏറ്റെടുത്തിട്ടുള്ളത്. അസാധ്യമെന്ന് തോന്നുന്ന നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്തവരാണ് പ്രവാസ ലോകം. അതിന് പരിഹാരം കണ്ടവരാണ് പ്രവാസ ലോകം പ്രവർത്തകർ. ഇതും അവർ ഏറ്റെടുക്കും, അതിന് പരിഹാരമുണ്ടാക്കും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ ഈ കുടുംബത്തെ തിരിച്ചയക്കാൻ പോവുകയാണ്. അമ്മയ്ക്ക് വല്ലതും പറയണ്ട. അവൻ്റെ ഒരു വരുമാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അച്ഛൻ 10-20 വർഷമായി ജോലി ചെയ്തിട്ട് പ്രഷർ എന്നൊക്കെ തളർന്ന് ഇപ്പോൾ ശ്വാസം മുട്ടാണ്ടിരിക്കുകയും ഞാൻ എൻ്റെ ഓഫീസിൽ പോകുമായിരുന്നു. ഇപ്പം പെൻഷനായിരുന്നു. 2 വർഷമായി പെൻഷനായിട്ട്. 1 വർഷമായി ഒരു പൈസ അയക്ക് ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ആയിട്ട് പിന്നെ കിടക്കണം 10 സെൻറ്റും ഒരു വീട് മാത്രമേ ഉള്ളൂ. എന്തായാലും പറയണ്ട. സ്വദേശങ്ങളിലും വിദേശങ്ങളിലും കാണാതാകുന്ന മനുഷ്യരെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രവാസ ലോകം നടത്തുന്നത്. കാണാതായ ആളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. ലീലാമണിയുടെ മോചനം അസാധ്യമെന്ന് തോന്നിയേക്കാം. എന്നാൽ പ്രവാസി ലോകത്തിന്റെ റിയാദിലെ പ്രേക്ഷകർ ഇതൊരു പൊതു ആവശ്യമായി കാണണം. എങ്കിൽ ലീലാമണിക്ക് വീട്ടിലേക്കുള്ള വഴിതെളി. ഈ ആഴ്ചത്തെ പ്രവാസ ലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.